എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നൽകിയ ഭാഗ്യകരമായ പദവിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഫെബ്രുവരി മാസത്തിന്റെ 1-ാം തീയതി 1-ാമത്തെ വിശുദ്ധ ദിവസം തന്നെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഈ 2026 ഫെബ്രുവരി മാസത്തിന് പ്രത്യേകതയുണ്ട്. ഞായറാഴ്ചകളിൽ ആരംഭിക്കുന്ന 4 ഞായറാഴ്ചയും 7 ദിവസങ്ങളും, അത് 4 ഞായറാഴ്ച, 4 തിങ്കളാഴ്ച, 4 ചൊവ്വാഴ്ച തുടങ്ങുന്ന ചരിത്രകാരന്മാർ പറയുന്ന 823 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു കലണ്ടർ വരുന്നത്. അത് നമുക്ക് അനുഭവിക്കുവാൻ ഭാഗ്യം നൽകി. ഹല്ലേലൂയ. എന്തുകൊണ്ടും ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 നാളുകൾ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം നമുക്ക് കൃപ നൽകി. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഒരു അവസരം കൂടെ ദൈവം നമുക്ക് ഒരുക്കിയല്ലോ. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം കൊല്ലുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കേണ്ടുന്ന ദൈവത്തിന്റെ വചനത്തെ ദൈവം വാഴ്ത്തി നുറുക്കി നൽകണമേ. ഈ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് എന്നാൽ ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവനൊക്കെ സകലത്തിലും വർജനം ആചരിക്കുന്നു. അംഗം പൊരുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ ലോകത്തിൽ യുദ്ധക്കളത്ത് നിൽക്കുന്ന ഒരു പടയാളി തന്റെ ജീവനകാര്യങ്ങൾ ഇടപെടാതെ മാറി നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നതായ പ്രതിഫലം വാടിപ്പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന കിരീടം വാടാത്ത കിരീടമാണ്. അതിനായിട്ടൊരു ബദ്ധപ്പാട് എല്ലാവരും ഓടുന്നു. ലോകത്തിൽ സകല മനുഷ്യർക്കും ഈ ദിവസങ്ങളിൽ തിരക്കാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്പം സമയം വർദ്ധിക്കാൻ ആർക്കെങ്കിലും ഇന്ന് സമയമുണ്ടോ? എല്ലാവരുടെ ജീവിതത്തിൽ അതിനെ അറിയണമെങ്കിൽ വാഹനവുമായി റോഡിലോട്ട് ഇറങ്ങി നോക്കണം. സകല പ്രായത്തിലുള്ളവർക്കും തിരക്കാണ്, സകലവിധ വാഹനങ്ങൾക്കും തിരക്കാണ്. അപ്പൊ എല്ലാ മേഖലകളിലും തിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കുവാനും തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
സകല മനുഷ്യരും ഓടിക്കൊണ്ടിരിക്കുക, ഓട്ടക്കളത്തിലാണ് നമ്മൾ. ഒരു ദൈവ പൈതൽ അവൻ ഒരു പടയാളിയെ പോലെ ഓടുകയാണ്. എന്തിനാ? സകല ആളുകളും ഓടുന്നു. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന 10, 20, 50 പേര് ഒരുമിച്ച് ഓടിയാൽ ഒരുവന് മാത്രമേ ഫസ്റ്റ് ലഭിക്കുകയുള്ളൂ, ഒരുവനെ ബിരുദം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വേദപുസ്തകം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഓടുവാനല്ല, പിന്നെയോ ബിരുദം പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. ഈ പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ 1ാം സ്ഥാനത്താകണം. അതിനുവേണ്ടി പഠിക്കണം. എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ അടുത്ത പരീക്ഷ വരാനായിട്ട് പോവുകയാണ്. പാലായിൽ ഒരു ബ്രില്യന്റ് എന്ന് പറയുന്ന കോച്ചിങ് സെന്റർ ഉണ്ട്, പ്രൈവറ്റ് ആണ്. 100% +2 മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടികളെ മാത്രമേ അവരുടെ ക്യാമ്പസിനകത്ത് ഹോസ്റ്റൽ കൊടുക്കുള്ളൂ. 99% മാർക്ക് വാങ്ങുന്ന കുട്ടികളെ പുറത്ത് ഹോസ്റ്റൽ എടുത്ത് പഠിക്കണം. MBBSന്റെ എൻട്രൻസ് കോച്ചിങ് ആണ്. നോക്കണമേ, 100% മാർക്ക് വാങ്ങുന്ന കുട്ടികളെ കൊണ്ട് അവരുടേതായ ഹോസ്റ്റലുകൾ നിറയത്തക്കവണ്ണം കുഞ്ഞുങ്ങൾ 100% മാർക്ക് വാങ്ങുമ്പോൾ നമ്മുടെ ആളുകൾ 80% മതി, 90% മതി എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെ 1ാം സ്ഥാനത്ത് എത്താൻ കഴിയും? അത്രമാത്രം ഇന്നത്തെ തലമുറയുടെ ബുദ്ധി വികസിച്ചിട്ടുണ്ട്. അതിനൊത്തവണ്ണം നമ്മൾ വളരണം, ലോകത്തിനൊത്തവണ്ണം വളരണം. നമുക്ക് 1ാം സ്ഥാനത്ത് എത്തണമെന്നുള്ള ആ ഒരു താല്പര്യത്തോടെ പഠിച്ചെങ്കിലേ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങളും അത് പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പണ്ട് ആമയും മുയലും ഓടിയതുപോലെ, മുയൽ കുറെ ദൂരം ഓടിയിട്ട് തളർന്നു കിടന്ന് ഉറങ്ങി ആമ പതുക്കെ ഇഴഞ്ഞു ചെന്ന് അതിന്റെ സമ്മാനം വാങ്ങിച്ചു എന്ന് നമ്മൾ പഠിച്ചിരിക്കും. ഇതാണ് നമ്മൾ പലരും വിചാരിക്കുന്നത്, ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ ഇത്ര ബന്ധപ്പാട്. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്ക് എത്രമാത്രം തീഷ്ണതയുണ്ട്. നമ്മുടെ ഓട്ടം പ്രിയ മകള് പറഞ്ഞതുപോലെ പലരും വിചാരിക്കുന്നത് അടുത്ത മാസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാം, ഈ മാസം പറ്റൂല, അടുത്ത മാസം ആരോഗ്യത്തിന് എഴുന്നേറ്റ് നടന്നാലേ വരാൻ പറ്റുള്ളൂ. ഇന്നാലും അല്പം താമസിച്ചാലും കുഴപ്പമില്ല, അടുത്ത ഞായറാഴ്ച നേരത്തെ, അടുത്ത ഞായറാഴ്ച നമുക്കുള്ളതല്ല. ഇന്ന് നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? എത്രമാത്രം തീഷ്ണതയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? നാളത്തേക്ക് മാറ്റിവെക്കാതെ ഓരോ ദിവസവും ഇന്ന് നമുക്ക് ബിരുദം പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. നമ്മുടെ ഓട്ടത്തിന്റെ ആ ദൈർഘ്യം എത്ര നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഈ ലോകത്തിലെ ഓട്ട മത്സരങ്ങളെല്ലാം ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് നമ്മളെ പിതാവായ ദൈവം സ്വർഗത്തിലേക്ക് വിളിക്കുന്ന നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. അതെപ്പോഴാണെന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഓടുന്നവർ വേഗതയോടെ ഓടണം, താല്പര്യത്തോടെ ഓടണം, ബിരുദം പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. വീണും എഴുന്നേറ്റ് ഓടുന്നവർക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. മറ്റൊരാള് മുമ്പേ പോയി ആ പ്രൈസ് വാങ്ങുവാൻ ഇടയായി തീരും. വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥസ്ദ കുളക്കരവിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ യേശു കർത്താവ് ചെന്നിട്ട് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? 38 വർഷമായി ആ കുളക്കടവിൽ സൗഖ്യം പ്രാപിക്കാനുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ മനുഷ്യനോട് യേശു ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ ഇവിടെ നിന്ന് എഴുന്നേൽപ്പാൻ തക്കവണ്ണം? സൗഖ്യം പ്രാപിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ആ മനുഷ്യൻ പറയുന്ന പരാതി, കർത്താവേ, ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ 1000കണക്കിന് ആളുകൾ സൗഖ്യം പ്രാപിച്ച് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. പക്ഷെ ഞാൻ തനിയെ എഴുന്നേറ്റ് അവിടെ പോകുമ്പോൾ മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങി അവൻ സൗഖ്യം പ്രാപിച്ചു പോകും. എന്റെ സ്ഥിതി പിന്നെയും ഇവിടെ തന്നെ.
അനേക ക്രിസ്ത്യാനിയുടെ വിശ്വാസി എന്ന് പറയുന്നവരുടെ ജീവിതാവസ്ഥ ഇതാണ്. അല്പം കൂടെ ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ നിനക്ക് മുകളിലേക്ക് വരാൻ കഴിയില്ലായിരുന്നു. അല്പം കൂടെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയില്ലായിരുന്നുവോ? പഠിക്കാൻ സമയം അത് നിർബന്ധിക്കുമ്പോൾ അലസരായി ഉറങ്ങിയ സമയം കൂടെ പഠിത്തത്തിന് ശ്രദ്ധ വെച്ചിരുന്നുവെങ്കിൽ, മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങാതെ എനിക്ക് പഠിച്ച് ജയിക്കണമെന്നുള്ള താല്പര്യത്തോടെ പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയില്ലായിരുന്നു. ആ ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ വേണം. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ദൈവവചനം വായിക്കുന്ന കാര്യത്തിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഏതെങ്കിലും നിങ്ങൾ ഉപജീവന മാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ അക്കാര്യത്തിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരായിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ സകല മേഖലകളിലും ഒന്നാം സ്ഥാനത്തെത്തണം. എന്റെ കർത്താവ് സകലത്തെയും ജയിച്ചവനാണ്. ഒരു സ്ഥലത്തും എന്റെ കർത്താവിനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല. പിശാചിന് പോലും കഴിഞ്ഞില്ല. ലോകം ജഡം പിശാചിനെ ജയിച്ച കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മരണത്തെ ജയിച്ച കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്തും തോറ്റുകൊടുക്കാൻ സമ്മതിക്കരുത്. നമ്മളെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ശത്രുവിനെ തോൽപ്പിച്ച വീരനായ കർത്താവിനോടൊപ്പം ജയാളിയായി തീരുവാൻ, അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും പഠിപ്പിക്കുവാൻ, ഏതെല്ലാം നിലകളിൽ അവർക്ക് പ്രചോദനം കൊടുക്കാൻ കഴിയുമോ അതെല്ലാം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അവർ ഒരു സ്ഥലത്തും താണുപോകാൻ അനുവദിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്ന സകല കുഞ്ഞുങ്ങളും ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കാൻ പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ദൈവത്തെ ആരാധിക്കുന്നവർ എല്ലാ നിലകളിലും ഉയർന്നു വരണം. ഏത് സ്ഥാനത്ത് ചെന്നാലും ഒരു മനുഷ്യൻ നമ്മെ തോൽപ്പിക്കാൻ അനുവദിക്കരുത്. എന്താ? നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണ്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. മരിച്ചു മൺമറഞ്ഞു പോയ ഒരു ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്. ഇന്നും ഞാൻ വിളിച്ചാൽ വിളികൾക്ക് തക്കവണ്ണം എന്റെ അടുക്കൽ ഇരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ശരീരം ഒരുപക്ഷെ ബലഹീനമെന്ന് പറഞ്ഞേക്കാം, പക്ഷേ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട, പുറത്തെ മനുഷ്യന്റെ ബലഹീനതയ്ക്ക് വിട്ടുകൊടുക്കാതെ, ആത്മീക തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ ഓരോ ദിവസം കഴിയുന്തോറും ആത്മാവിൽ ഒരു ബലം ഉണ്ടാകണം. എങ്കിലേ നമുക്ക് ദൈവരാജ്യത്തിലെത്താൻ കഴിയുള്ളൂ. അല്ലെ? ഓട്ടം മത്സരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവസാനം വരെ ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന തൊട്ട് മുമ്പ് ഒരു ക്ഷീണം വന്നാൽ അവന് അതുവരെ ഓടിയത് മുഴുവനും നഷ്ടമാണ്. നമ്മൾ ക്ഷീണിച്ചു പോകേണ്ടുന്നവരല്ല, നമ്മൾ ബലഹീനമായി പോകേണ്ടുന്നവരല്ല. ശരീരം ഒരു പക്ഷേ ബലഹീനമെന്ന് പറഞ്ഞേക്കാം, സാഹചര്യങ്ങൾ പ്രതികൂലമായി എന്ന് പറഞ്ഞേക്കാം. നമുക്ക് ഏറ്റവും സുപരിചിതനായ ഒരു കഥാപാത്രമാണ് സക്കായി. സക്കായി അറിയാത്ത ക്രിസ്ത്യാനി ആരുമില്ല. സക്കായിയെ കുറിച്ച് പ്രസംഗിക്കാനല്ല നിൽക്കുന്നത്. പക്ഷെ അവന് ജീവിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഉന്നതമായ ജോലി ഉണ്ടായിരുന്നു, അവൻ ധനാഢ്യനായിരുന്നു, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ അകത്ത് യേശുവിനെ ഒന്ന് വ്യക്തിപരമായി കാണണമെന്ന് തോന്നിയപ്പോൾ അവന്റെ ഔദ്യോഗിക ജീവിതത്തെ അവൻ മറന്നു. അവന്റെ സകല സാഹചര്യങ്ങളും അവൻ മറന്നു. എന്റെ കൂടെയുള്ള ചിങ്കം പിരിവുകാര് എന്നെ കളിയാക്കുമെന്ന് ചിന്തിച്ചില്ല. പിന്നെയോ എന്റെ നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് പറയുമെന്ന് ചിന്തിച്ചില്ല. നാട്ടുകാരെ മുഴുവൻ അവനെ പാവി എന്ന് മുദ്രകുത്തിയവനാ. പക്ഷെ അവന്റെ ആകത്തുദിച്ച ആ യേശുവിനെ കാണുമെന്ന ആഗ്രഹത്തെ അവൻ സാധിച്ചെടുത്തുവെന്നുള്ളതാണ്. അത് അവന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായി മാറി. ഇന്ന് പകൽക്കാലം അതെ, യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കുവാൻ ഒരു ദൈവവേദന കഴിഞ്ഞാൽ അവന്റെ സ്ഥിതിക്ക് ആ സമയം മുതൽ മാറ്റം വരും. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും തിരിച്ച ആ കർത്താവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ അക്ഷരാർത്ഥത്തിൽ യേശു വരുന്നതിന് മുമ്പും യേശു വരുന്നതിന് പിമ്പും അവന്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും. അത് ലോകത്തിന് തിരിച്ചറിയാൻ കഴിയും. എന്നെ കാണുന്നവർ കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയണം.
ആ ഒരു ക്രിസ്തീയ അനുഭവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് എത്ര പേർക്കാണ് കഴിയുന്നത്? നമ്മൾ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവർക്ക് പങ്കിടുവാൻ തക്കവണ്ണം എത്ര പേർക്കാണ് കഴിയുന്നത്? ലജ്ജിക്കാതെ. കഴിഞ്ഞ ദിവസം ദൈവദാസൻ അതെ ഓർപ്പിച്ചതുപോലെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഇറങ്ങത്തിന് ദൈവ പൈതൽ ഏത് സമൂഹത്തിന്റെ മധ്യത്തിലോ ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയാൻ ലജ്ജിക്കരുത്. കർത്താവ് പറയുന്നത്, എന്നെ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ നിങ്ങളെ ഞാൻ എന്റെ പിതാവിന്റെ മുമ്പിലും ഏറ്റുപറയും. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരുവാൻ ഒരിക്കലും അനുവദിക്കരുത്. മാസത്തിൽ ഒരു ദിവസം നമ്മൾ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നു. അതൊരു ആത്മീക ജീവിതത്തിന് ഒരു പുതുക്കത്തിന് കാരണമായി തീരണം. സാധാരണ നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്ന ലാഘവത്തോടെയല്ല. ഇന്ന് പകൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി അതെ കടന്നു വന്ന് ആ കർത്താവിന്റെ മേശയിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ നമ്മുടെ അകത്ത് ആ ജീവന്റെ തുടുപ്പ് തിരിച്ചറിയും. എലിസബത്തിനോട് കർത്താവിന്റെ ദൂതൻ, സഖരിയാവിന്റെ ദൂത് പറഞ്ഞു, നിന്റെ ഭാര്യ നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സഖരിയാവ് അവിശ്വസിച്ചിട്ട് പറഞ്ഞു, ഇതെങ്ങനെ കർത്താവേ സംഭവിക്കാൻ? എന്റെ ശരീരമോ എന്റെ ഭാര്യയുടെ ശരീരമോ അതിന് അനുകൂലമല്ല എന്ന് പറയുമ്പോൾ ദൈവം പറയും, തക്ക സമയത്ത് പ്രവർത്തിക്കുവാനുള്ള അതെ സംഭവിക്കാനുള്ളത് നീ അവിശ്വസിച്ചത് കൊണ്ട് അത് സംഭവിക്കുന്നത് വരെ നിനക്ക് സംസാരിപ്പാൻ കഴിയില്ല. ദൈവം തന്നോട് സംസാരിച്ചത് തന്റെ ഭാര്യയോട് പോലും പങ്കിടാൻ കഴിയാതെ താൻ ഊമനായി പോയപ്പോൾ അതേ ദൈവത്തിൻ്റെതായ പ്രവൃത്തി എലിസബത്തിന്റെ ഉദരത്തിനകത്ത് ജീവൻ പ്രാപിച്ചു. പക്ഷേ ആ അകത്തുള്ള ചലനം പുറത്തു വരുവാൻ അഭിഷേകം പ്രാപിച്ച ഒരു മറിയയുടെ വന്ദന സ്വരം അവിടെ ചെവിയിൽ കേൾക്കണമായിരുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയോ എന്റെ ദൈവം വിളിച്ചു വേർതിരിച്ച നമ്മുടേതായ ശബ്ദം കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ നിർജീവമായി പോയ, നിരാശപ്പെട്ടു പോയ ജീവിതങ്ങളെ അകത്ത് ജീവൻ പ്രാപിപ്പാനിടയായി തീരണം. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടുവാനല്ല, പിന്നെയോ ജയാളികളായി ജീവിക്കുവാൻ. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. അത് സ്ഥിരതയോടെ ഓടണമെങ്കിൽ സകല ഭാരവും നമ്മൾ വിടണം. മുറുകെ പറ്റുന്ന പാപം വിടണം. ഈ പാപവും ഭാരവും ചുമന്നുകൊണ്ട് ഓടിയാൽ ഫ്രീയായിട്ട് ഓടുന്നവർ മുമ്പിലെത്തും. പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ അവന്റെ പാപഭാരമെല്ലാം ചുമരിൽ വഹിച്ച് ഒരു മല കയറുകയാണ് യേശുവിനെ കാണുവാൻ. ആ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലെത്തുമ്പോൾ ആ പുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ മനുഷ്യന്റെ പാപഭാരം ഒരു വലിയ ചാക്ക് കെട്ടുപോലെ തന്റെ ചുമലിൽ ചുമന്നുകൊണ്ട് പോയത് അത് തനിയെ ഉരുണ്ടുരുണ്ട് താഴ്വരയിലേക്ക് പോയി. കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ പാപത്തെ ഞാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ എറിഞ്ഞു കളയാം, നിന്നെ സ്വതന്ത്രമായി വിടുവാൻ. കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയത്, കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കിയ സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിന്നെ സ്വതന്ത്രരാക്കി, പിന്നെയും നീ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നമ്മളെ കുടുക്കുവാൻ, നമ്മളെ അടിമയാക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിയെ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ജയാളികളാണ്. നമ്മൾ സ്വതന്ത്രരായി തീരണം. ക്രിസ്തുയേശുവിനോട് നമ്മൾ പ്രാപിച്ച സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. പിന്നെയും മറ്റൊന്നിനും അടിമയായി തീരാതെ. ഈ മദ്യപാനിയായ ആളുകള്
പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കും, രോഗസൗഖ്യം പ്രാപിക്കും. പിന്നെയും കുറെ കഴിയുമ്പോൾ ഈ കർത്താവിനെ എല്ലാം വിട്ടിട്ട് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകും. വേദപുസ്തകം പറയുന്നത്, ഒരുവനെ വിട്ട് പിശാച് പോയാൽ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ പിന്നിലുള്ള പൈശാചിക ശക്തികളാണ് അവരെ കാർന്നിരുന്നത്. ഒരുവനെ വിട്ട് പിശാച് പോയാൽ അവരിങ്ങനെ ഊടാടി നടക്കും. പിശാച് ഇറങ്ങിപ്പോയ സ്ഥലത്ത് പരിശുദ്ധാത്മാവിനാലും വചനത്താലും നിറയപ്പെട്ടില്ലെങ്കിൽ അവൻ തന്നെക്കാൾ ബലവാന്മാരായ മറ്റ് 7 പേരെ കൂട്ടി തിരികെ വരും. മത്തായിയുടെ 10-42 എന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അവന്റെ പിന്നത്തെ സ്ഥിതി ആദ്യത്തെക്കാളും മുമ്പിലെയാണ്. നേരത്തെ മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പിന്നെ മയക്കുമരുന്നും പിന്നെ എല്ലാ പരിപാടിയും. അവനെ പിന്നെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയാതെ പിശാച് അവനെ തകർത്ത് കളയും. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഓടുവാൻ മനസ്സുണ്ടോ? ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണമെങ്കിൽ എബ്രായലേഖകൻ പറയുന്നു, പാപവും ഭാരവും വിട്ട് സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. വേദപുസ്തകം വായിക്കുവാൻ ഒരു ക്രമം, പ്രാർത്ഥിക്കുവാൻ ഒരു ജീവിതക്രമം, ആരാധനകൾ സംബന്ധിക്കുവാനായിട്ടൊരു ക്രമം, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. ഉപജനമാർഗങ്ങൾക്ക് പോകാൻ ഒരു ക്രമം അതുകൊണ്ടായിരിക്കണം. ഞാൻ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ കൂടെ ജോലിക്കാർ ധാരാളം പേര് വരാറുണ്ട്. ചില ബിരുദന്മാര് 2 ദിവസം ജോലി കിട്ടിയാൽ 3 ദിവസം വരില്ല. എന്താ ചോദിച്ചാൽ ഉറങ്ങിപ്പോയെന്നാ പറയുന്നത്. എന്താ കാര്യം? ഈ 2 ദിവസം ജോലി കിട്ടിയ മിച്ച പൈസ മുഴുവനും വേറെ ബാധ്യതകളില്ല, തീർത്താലേ പിന്നെ ജോലിക്ക് പോകുള്ളൂ. 1 വർഷക്കാലം മുഴുവനും കഴിയുമ്പോൾ അവന്റെ ബാലൻസ് ഷീറ്റ് 0 ആയിരിക്കും. എന്താ? അലസത, ഉറക്കം. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, അധ്വാനിക്കേണ്ടുന്ന സമയത്ത് അധ്വാനിക്കണം. അധ്വാനിക്കേണ്ടുന്ന സമയത്ത് ഉറങ്ങുന്നവൻ നാണം കെട്ടവനെന്നാണ് വേദപുസ്തകം പഠിക്കുന്നത്. ഇന്ന് പകൽ എല്ലാ കാര്യത്തിലും ഒരു സ്ഥിരത ഉണ്ടാകണം. ആ ഒരു സ്ഥിരത ബാല്യം മുതൽ വളർത്തിയെടുക്കണം. അതിനാണ് ആലയത്തിൽ വരുന്ന ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ആലയത്തിനകത്ത് സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, ദൈവവചനം പഠിപ്പിക്കുക, അവരെ അക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയുമായിട്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീരും. കർത്താവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുത്താൽ, കർത്താവ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടൊപ്പം സകലതും തരാമെന്ന ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. ഏതെങ്കിലും നന്മകൾ മുടങ്ങിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മടങ്ങി വരണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നാമതെത്തുവാൻ ശ്രമിക്കണം. സമൂഹത്തിൽ നമ്മൾ ഒന്നാമതെത്തണം. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ രാജ്യം ഭരിക്കാൻ തെരഞ്ഞെടുക്കപ്പെടണം. പഞ്ചായത്തുകൾ ഭരിച്ചാൽ പോരാ, നമ്മുടെ നിയമസഭ ഭരിക്കണം, നമ്മുടെ രാജ്യം ഭരിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തെരഞ്ഞെടുക്കപ്പെടണം. നമ്മൾ എല്ലാത്തിനും മുമ്പിലേക്ക് വരണം. നമ്മൾ പുറകിലോട്ട് മാറിക്കൊടുക്കേണ്ടുന്നവരല്ല. ദൈവത്തിന്റെ രാജ്യവും നീതിയും ലോകത്ത് വെളിപ്പെടണമെങ്കിൽ നീതിയുള്ള ന്യായാധിപന്മാർ വരണം. നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ജഡ്ജിമാരായി വരണം. കൈക്കൂലി വാങ്ങാതെ ന്യായം വിധിക്കുന്ന ജഡ്ജിമാർ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. അതേ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം. IAS IPS ഉദ്യോഗസ്ഥന്മാരായി തീരണം നമ്മുടെ കുഞ്ഞുങ്ങൾ. അല്ലാതെ സാധാരണക്കാരായി അത് എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടുന്നവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന പദവിയാണ്. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ എന്നാണ് ആവർത്തന പുസ്തകം ദൈവം ചോദിക്കുന്നത്. നാം വിളിച്ച വിളി കേൾക്കാവുന്ന അകലത്തിൽ നമ്മുടെ ദൈവമുണ്ട്.
നീ ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞവൻ കൂടെ ഉണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച എന്റെ പ്രാണനാഥൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിനാ ഭക്ഷണത്തിനോ ഭൗതികമായ കാര്യത്തിനു വേണ്ടി ഭാരപ്പെടുന്നത്? ഇവിടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാ കർത്താവ്. എന്റെ കർത്താവ് നമുക്ക് സമമായി പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി കഷ്ടം സഹിച്ചവനാണ്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത എന്തെന്ന് കർത്താവ് നന്നായിട്ട് അറിയാം. സാമ്പത്തികമായി നമ്മൾ ഞെരുക്കത്തിലാണ്. യേശു കർത്താവിന് കരം കൊടുക്കാൻ പോലും കാശില്ല ജീവിച്ച വ്യക്തിയാണ്. കരം കൊടുക്കുവാൻ കാശുണ്ടാക്കിയത് വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നു. കർത്താവ് അധ്വാനിക്കാൻ പോയില്ല. പത്രോസിനോട് പറയുന്നു, നീ പോയി കടലിൽ ചൂണ്ടലിട, ആദ്യം കിട്ടുന്ന മീനിന്റെ വായ് തുറക്കുമ്പോൾ എനിക്കും നിനക്കും കരം കൊടുക്കാനുള്ള കാശ് അതിനകത്തുണ്ട്. എന്റെ ദൈവമക്കളെ, ദൈവം സമ്പന്നനാണ്. സ്വർഗത്തിലെ സകല മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നെയും നിങ്ങളെയും ആ സ്വർഗരാജ്യത്തിലെ സമ്പന്നരാക്കി മാറ്റുവാൻ. ഒരു ദിവസം ദേവദാസൻ പ്രസംഗിച്ചപ്പോ ഓർപ്പിച്ചു, കർത്താവിന് സ്വന്തമായി പാർക്കാൻ വീടില്ലായിരുന്നെങ്കിലും എത്ര ക്രൂസൈഡുകളാണ് കർത്താവ് നടത്തിയത്. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നമുക്ക് വിരുദം പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കണം, ഇന്ന് ഞാൻ ഓടുന്ന അവസ്ഥയിൽ ഓടിയാൽ എനിക്ക് ആ വിരുദം പ്രാപിപ്പാൻ കഴിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ചിന്തിക്കണം, ഞാൻ ഇപ്പൊ പഠിക്കുന്ന നിലയിൽ പഠിച്ചാൽ എനിക്ക് ക്ലാസ്സിൽ 1ാം സ്ഥാനത്തെത്താൻ കഴിയുമോ? ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? രാത്രിയെ പകലാക്കി പഠിക്കാൻ തയ്യാറാവണം. കഴിഞ്ഞ ഏകദേശം 7 വർഷങ്ങൾക്ക് പുറകില് സിവിൽ സർവീസിൽ 1ാം സ്ഥാനം നേടിയ ഒരു ക്രിസ്ത്യാനിയായ ഒരു മകൾ പറഞ്ഞ സാക്ഷ്യം ഇതാണ്: ഞാൻ 4 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങാറുള്ളൂ, ബാക്കി മുഴുവൻ സമയം ഞാൻ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ട് തികയുന്നില്ല. അതല്ലേ സ്ഥിതി? എന്തുകൊണ്ട് നമ്മൾ 1ാം സ്ഥാനത്ത് എത്തുന്നില്ല? അതിനുവേണ്ടി ഒരു പരിശ്രമം നമ്മൾ ഉണ്ടാക്കണം. അതിനൊരു ദാഹം നമ്മുടെ അകത്ത് വരണം. ഇന്ന് പല കുഞ്ഞുങ്ങളും പഠിക്കുന്നത് അപ്പനും അമ്മയ്ക്കും വേണ്ടിയാണ്. ഇതെപ്പോഴാണ് തിരിച്ചറിയുന്നത്? കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞുമൊക്കെ ആയി കഴിഞ്ഞ് വീട്ടുകാര്യങ്ങളുടെ ബാധ്യത തന്നെ പുറത്ത് വരുമ്പോഴാണ് ഇന്ന് പഠിക്കാതെ അലസനായി നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അന്ന് നീ വിചാരിച്ച പഠിക്കാൻ കഴിയില്ല, എന്റെ സമയം കഴിഞ്ഞു പോയി, ഇന്ന് പഠിക്കാനുള്ള സമയം. ഇതാകുന്നു സുപ്രസാദ കാലം. ഈ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ബോധം വരണം. ആ ഒരു ബോധ്യം പഠനകാലത്ത് വരുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ നിലവാരത്തിൽ നമുക്ക് ആ ബോധ്യം വരണം. എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, ഇങ്ങനെ ആരാധിച്ചാൽ പോരാ, എന്റെ ആരാധനയ്ക്കുടെ ശൈലി മാറ്റണം, എന്റെ പ്രാർത്ഥനയുടെ രീതി മാറണം. അങ്ങനെ ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ വരയണം. ഇബ്രാഹിം പറയുന്നു, സകല പാപവും മുറുകെ പറ്റുന്ന, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഏതാണ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം? നമ്മുടെ ലക്ഷ്യം എന്താണ്? വിശ്വാസത്തിന്റെ നായകനും യേശുവിനെ നോക്കി ഓടുക. ഒരു പാസ്റ്റർമാരെ നോക്കി ഓടിയവരെല്ലാം തളർന്നു വഴി വീണിട്ടുണ്ട്. യേശുവിനെ നോക്കി ഓടുവാൻ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല മാതൃക യേശുക്രിസ്തുവാണ്. മറ്റാരെയും നമ്മൾ മാതൃകയാക്കരുത്. മറ്റാരെങ്കിലും മാതൃകയാക്കിയാൽ നിങ്ങൾ തളർന്നു പോകും, വഴിയിൽ കുഴഞ്ഞു പോകും. മനുഷ്യരൊക്കെ ബലഹീനരാണ്. മനുഷ്യന്റെ ബലഹീനത നിങ്ങളുടെ വിശ്വാസ്യത തകർത്ത് കളയാതിരിക്കുവാൻ വിശ്വാസത്തിൽ പൂർത്തീകരണം പ്രാപിച്ച യേശുവിനെ നോക്കി ഓടുവാൻ കഴിയണം. ഇന്ന് പകൽക്കാലം ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം വായിക്കുമ്പോൾ, 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. വ്യവസ്ഥ പ്രകാരം ഓടിയാലേ കിരീടം പ്രാപിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഓട്ടത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ബാല്യകാലത്ത് PT ഉഷ എന്ന് പറയുന്ന സഹോദരി 1ാം സ്ഥാനത്ത് ഓടി ജയിച്ചു ഏഷ്യാഡിൽ.
പക്ഷെ ട്രാക്ക് തെറ്റി ഓടിയത് കൊണ്ട് സ്വർണം വേറൊരാളിന് കിട്ടി. നമ്മൾ ഓടുന്നു, നമ്മുടെ ട്രാക്ക് തെറ്റരുത്, നമ്മുടെ ലക്ഷ്യം തെറ്റരുത്. നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവാണെങ്കിൽ നമ്മുടെ ട്രാക്ക് തെറ്റുകയില്ല. പക്ഷെ ഓടി തുടങ്ങുമ്പോൾ നല്ല ട്രാക്കിലാണ്. കുറെ കഴിയുമ്പോൾ, സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, പട്ടിണി ആയിരുന്നപ്പോ കർത്താവിനെ നോക്കി ഓടി, പട്ടിണി മാറുമ്പോൾ നമ്മുടെ ലക്ഷ്യം പിന്നെ വേറെയാണ്. ലോകത്തിന്റെ സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ യേശുവിനെ നമ്മൾ വിടരുത്. ആ യേശു കർത്താവിന്റെ നാളോളം നമ്മുടെ ഓട്ടം തികയ്ക്കണം. നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോകരുത്. ഈ ഓട്ട മത്സരത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ വഴിയിൽ നിന്ന് വിളിച്ചു നോക്ക്. ഇനി ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയാൽ ലോത്തിന്റെ ഭാര്യയെ പോലെ നിൽക്കേണ്ടി വരും. ബാക്കിയുള്ളവരെല്ലാം ഓടി, പക്ഷെ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഓടാൻ കഴിഞ്ഞില്ല. നമ്മൾ പലപ്പോഴും ഓട്ടത്തിന്റെ പുറകിൽ, ആത്മീക ഓട്ടത്തിന്റെ ആത്മീയ ജീവിതത്തിൽ ആ യേശുവാകുന്ന ലക്ഷ്യം വിട്ടിട്ട് മറ്റു വശത്തേക്ക് നമ്മൾ നോക്കുന്നില്ലേ? ഒരിക്കൽ കടലിന്റെ മീതെ യേശു നടക്കുമ്പോൾ ഭൂതമെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ ഭയം നിലവിളിച്ചു. യേശു പറഞ്ഞു, ഭൂതമല്ല, ഞാനാണ്. യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിന് ആഗ്രഹം, അത് എന്നെ കർത്താവേ നീ ആകുന്നു എങ്കിൽ എന്നെയും കൂടെ കടലിന്റെ മീതെ നടക്കാൻ സഹായിക്കണമേ. കർത്താവിൽ നീ ഇറങ്ങിപ്പോര്. പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ടിട്ട് ആ കടലിലേക്ക് ഇറങ്ങി. 1-2 ചുവടുകൾ വച്ചപ്പോഴേക്കും ഒരു തിരമാല ഇങ്ങനെ പൊങ്ങി വന്നപ്പോ യേശുവിന്റെ മുഖത്ത് നോക്കി തിരമാലയിലേക്ക് നോക്കി. താൻ യാത്ര ആയിരിക്കുന്ന കടലിന്റെ ആഴത്തെ കുറിച്ച് ചിന്ത വന്നപ്പോൾ പത്രോസിന്റെ കാല് ആ വെള്ളത്തിൽ താഴാൻ തുടങ്ങി. അനേക ക്രിസ്ത്യ ജീവിതം ഇതുപോലെ താണുകൊണ്ടിരിക്കുന്നത് യേശുവിനുള്ള ലക്ഷ്യം മാറുമ്പോഴാണ്. യേശു എന്റെ ജീവിതത്തിൽ സകലത്തിനും മതിയായവനാണ്. ആ ഒരു ഉറപ്പും പ്രത്യാശയുമാണ് നമുക്ക് ആവശ്യം. അപ്പൊ ചട്ടപ്രകാരം, വ്യവസ്ഥ പ്രകാരം, വചന വ്യവസ്ഥയിൽ ഓടുന്നവന് മാത്രമേ ആ യേശുവിന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത് വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 3:14, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പിമ്പിലുള്ളത് ഞാൻ മറക്കുന്നു. ഇന്നലെ അനുഭവിച്ച കഷ്ടതയൊക്കെ ഓർത്തുകൊണ്ടിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്നലെ അനുഭവിച്ച പ്രതിസന്ധികളിലേക്ക് നോക്കിയാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, പിമ്പിലുള്ളതിനെ മറക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ 11-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വച്ചു ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു ചവറെന്ന് എണ്ണുന്നു. അഭിഷക്തനായ പൗലോസ് പറയുന്നു, കഷ്ടാനുഭവത്തിന്റെ പൂർത്തീകരണം പ്രാപിക്കുക. ഇന്നലകളിലുള്ള എന്റെ സകലതും ഞാൻ ചപ്പമെന്നും ചവറെന്നും എണ്ണുന്നു. കഷ്ടത ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധി ഉണ്ടായിരുന്നു. സകലതും വലിച്ചെറിഞ്ഞിട്ട് അവൻ വിരുദിനായിട്ട് ഓടുന്നു. പിൻപിലുള്ളതെല്ലാം മറക്കുക. നമ്മൾ അനുഭവിച്ച നിന്ദയും പരിഹാസവും കഷ്ടതയും ശോധനയും ഒറ്റപ്പെടലും ഇതെല്ലാം നമ്മൾ മറന്ന് എന്റെ കർത്താവ് എന്നെ വിടുവിപ്പാൻ ശക്തനാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ഓടുവാൻ ഒരു ദൈവവേദന കഴിഞ്ഞാൽ നീ വഴിയെ തളർന്നു പോകാൻ ദൈവം അനുവദിക്കുക. എപ്പോഴാണ് ഞാൻ ബലഹീനനാണെന്ന് തോന്നുന്നുവോ അപ്പോൾ ദൈവം തന്റെ ബലമുള്ള കരുത്ത് നിന്നെ വഹിക്കും. അതാണ് ദൈവത്തിന്റെ അതേ കരുണ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം
അതിന്റെ 2-ാമത് വാക്യം വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ ആരെങ്കിലും ഉപദേശിച്ചത് കൊണ്ടല്ല, ഞാനൊരു വെളിപ്പാട് അനുസരിച്ച് അത്രേ ഓടിയത്. നമ്മുടെ ഓട്ടം എപ്പോഴാ വെളിപ്പാട് ലഭിച്ചത്? സഭയെ ഉപദ്രവിച്ചവൻ, ക്രിസ്ത്യാനികൾ മുഴുവൻ കൊന്നൊടുക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ, അതിൽ പേരെടുക്കുവാൻ ആഗ്രഹിച്ചവനെ എന്റെ കർത്താവ് ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് സന്ദർശിച്ചപ്പോൾ അവന് ലഭിച്ച വെളിപ്പാട് അനുസരിച്ചാണ് സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണി ആ കർത്താവിനെ നോക്കി ഓടാൻ തുടങ്ങിയത്. ഈ ലോകത്തിലെ റോമ പൗരത്വമോ അവിടുത്തെ പുരോഹിതന്മാരുടെ അധികാരപത്രമോ യേശു കർത്താവിന്റെ തേജസ്സിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെട്ടു. അപ്പോഴാണ് അതെല്ലാം വലിച്ചെറിഞ്ഞത്. ഒരു കാലത്ത് ശൗൽ കരുതിയത് റോമ പൗരത്വം ഒരു ഗമയാണ്, അതൊരു പദവി തന്നെയാണ്. പുരോഹിതന്മാരുടെ അധികാരപത്രം എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഏത് ക്രിസ്ത്യാനികളെ നിഷ്കരണം കൊല്ലുവാൻ എനിക്ക് കഴിയും, ചോദിക്കാൻ ആരുമില്ല. നിന്റെ നടക്കുന്നതല്ലേ, ദൈവമക്കളെ ഉപദ്രവിച്ച ചോദിക്കാൻ ആളില്ല എന്ന്. ഇല്ല, കഴിഞ്ഞ ആഴ്ചയില് നരുവാങ്കോട് ജംഗ്ഷനില് കൺവെൻഷൻ പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു, ഒറീസയില് ഒരു ദൈവദാസനെയും 2 കുഞ്ഞുങ്ങളെയും ജീപ്പിലിട്ട് കത്തിച്ചപ്പോൾ അവരാരും പരാതിപ്പെട്ടില്ല. പക്ഷേ സ്വർഗത്തിൽ ഇറങ്ങി വന്നു, കിലോമീറ്ററുകളോളം ഒറീസയുടെ മണ്ണിനെ ദൈവം കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി. 3 പേരെ തീയിലിട്ട് ചുട്ടെങ്കിൽ 30,000 പേരെ കടലെടുത്തു കൊണ്ടുപോയി. ശവമടക്കാൻ പോലും ആർക്കും കിട്ടിയില്ല. ഇന്ന് പകൽ കർത്താവിനെ നോക്കി ഓടുവാൻ എത്ര പേരാണ് മനസ്സുള്ളത്? നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. ഞാൻ വെളിപ്പാട് അനുസരിച്ചാണ് ഓടിയത്. പാസ്റ്റർ പറയുന്നത് കേട്ട് ഓടരുത്, വിശ്വാസികൾ പറയുന്നത് കേട്ട് ഓടരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഞാൻ എങ്ങനെ ഓടണം, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ കിരീടം എനിക്ക് നഷ്ടമായി പോകുമോ? ഈ ലോകത്തിലെ പടയാളികൾ അത്യധ്വാനം ചെയ്യുന്നത് വാടുന്ന കിരീടത്തിനാണെങ്കിൽ ദൈവമക്കൾക്ക് വാടാത്ത കിരീടമാണ് ദൈവം വാഗ്ദത്തം ചെയ്തത്. ഗലാത്യലേഖനം 5-ന്റെ 7-ാം വാക്യം. സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അതിനകത്ത് മുമ്പൂടെ നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യം അനുസരിക്കാതിരിക്കുക നിങ്ങളെ ആര് തടുത്തു കളഞ്ഞു? സത്യം അനുസരിച്ച് ഓടി ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോഴോ നിങ്ങൾ സത്യം വിട്ടിട്ടാ ഓടുന്നത്. എന്താണ് സത്യം? യേശു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനുമാണ്. യേശുവാകുന്ന സത്യത്തെ അനുസരിച്ച് ഓടിയ ഒരു സമയമുണ്ടായിരുന്നു. സത്യം അനുസരിക്കാതിരിക്കുവാൻ ആരോ നിങ്ങളെ തടുത്തു. ആരാ നിങ്ങളെ തടുത്തത്? വെളിപ്പാട് അനുസരിച്ചത്ര ഞാൻ ഓടുന്നത്, എന്നെ തടുക്കുവാൻ ആർക്കും സാധ്യമില്ല. നന്നായി നമ്മൾ ഒരു സമയത്ത് ഓടിയിരുന്നു. ഇപ്പോഴോ നമ്മുടെ ഓട്ടം അനുസരിച്ച് ആ കിരീടം അവകാശമാക്കുവാൻ കഴിയുമോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ന്റെ 16. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയല്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അവിടെ അഭിഷക്തൻ പറയുന്നു, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. വചനത്തിന്റെ വെളിപ്പാട് ജീവിക്കുന്ന ഒരു ദൈവമൈതലിന്റെ അധ്വാനം വ്യർത്ഥമല്ല. അമർത്തി
കുലുക്കി കാവിയുന്ന അളവിൽ തരുവാൻ ദൈവം സമ്പന്നനാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് അകത്ത ഒരു വെളിപ്പാടുണ്ടാകണം, അകത്ത ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിറച്ച് പഴക്കുലകൾ ഇങ്ങനെ കടയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞായറാഴ്ച രാവിലെ, ശനിയാഴ്ച വൈകുന്നേരത്ത് ചർച്ചിൽ പ്രാർത്ഥനയുണ്ട്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള സമയമല്ല, ക്രിസ്ത്യാനിയാണ്. വൈകിട്ട് കട അടച്ചിട്ട് പോകും, അന്നത്തെ ബിസിനസ് വേണ്ടാന്ന് വെച്ചിട്ട്. ഞായറാഴ്ച രാവിലെ നോക്കുമ്പോൾ പഴുത്തു തൊഴിയാറായ രസകദളി കൊല എടുത്ത് കെട്ടിയപ്പോൾ ചില കായകൾ തൊഴിഞ്ഞു. എൻ്റെ ഒരു സ്നേഹിതൻ വന്ന് എന്നോട് ചോദിച്ചു, ഇത്രയും കൊല വഴുതിരിക്കുമ്പോൾ മനുഷ്യ ആരെങ്കിലും പള്ളി എന്ന് പറഞ്ഞു പോകുമോ? ഞാൻ പറഞ്ഞു, എനിക്കിന്നൊരു തലവേദന വന്നാൽ ഇത്രയും പഴം വിറ്റാൽ തീരുമോ? തീരില്ല. ആ സ്നേഹിതൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കാർ കൊണ്ട് അവിടെ നിർത്തി. സിറ്റിയിലും കൊണ്ടുള്ള ഒരാളാണ്. ഏറെക്കൂടെ ഫൈനാൻസിൽ പോയി കാശ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ കാർ നിർത്തി എന്നോട് ചോദിച്ചു, ഈ ഒരു കൊലയ്ക്ക് എത്ര രൂപയാകും? എനിക്കവിടെ എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റാൽ മതി. ന്യായമായ റേറ്റ് ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഒരു 5 കൊല അഴിച്ച കാറിന്റെ ഡിക്കിയിൽ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, ആ മൊത്തം കൊലയ്ക്കുള്ള പൈസ അദ്ദേഹം തന്നു. അതാണ് ദൈവം. ഇത് കിട്ടിയിട്ട് നീ പള്ളിയിൽ പോകാൻ വിചാരിച്ച പള്ളി പോകാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ പലരും ചിന്തിക്കുന്നത് അത് കിട്ടിയ ശേഷം ഞാനിത് ചെയ്യാം. ഞാൻ ചോദിച്ചു, സാറേ ഇത് നാളത്തേക്ക് ചീത്തയായി പോവില്ലേ? അപ്പൊ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ സിറ്റിയിൽ നിന്ന് കൊല വാങ്ങിക്കാൻ വന്നയാളാ, പക്ഷെ ഇത് നാടൻ കൊലയായതുകൊണ്ട് കൊണ്ട് കിട്ടി വാങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ദൈവം. നീ ദൈവത്തിന് വേണ്ടി ഓടാൻ തയ്യാറായ നിന്റെ അധ്വാനം വ്യർത്ഥമായി തീരാൻ ദൈവം അനുവദിക്കുകയും നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കും. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിലെ ഓട്ടം നീ താറുമാറായി ഓടുകയല്ല, സ്ഥിരതയോടെ ഓടാൻ കഴിയും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനെ യേശുവിനെ നോക്കി നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടിയാൽ നമുക്കൊരു ജീവകിരീടമുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. 2 തിമോത്തിയോസ് 4:7-8 ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, ആ കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന സകലർക്കും കൂടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. കർത്താവേ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓടിയാൽ എനിക്ക് കർത്താവിന്റെ അടുക്കലെത്താൻ കഴിയുമോ? എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നാം നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവേ, എന്റെ ഓട്ടം ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം കഴിയുമോ? ഞാൻ ദൈവം എനിക്ക് തന്ന വെളിപ്പാടനുസരിച്ചാണോ ഞാൻ ഓടുന്നത്? അല്ലാതെ മനുഷ്യന്റെ വാക്ക് കേട്ടാണോ ഓടിയത്? ആരുടെയെങ്കിലും നിർബന്ധത്താലാണോ ഓടുന്നത്? നാം നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവേ, എന്റെ നായകൻ യേശുവാണോ? യേശുവിനെ നോക്കുമ്പോൾ ഓടുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ പലപ്പോഴും ലോകത്തിലേക്ക് നോക്കിപ്പോകും, സാഹചര്യങ്ങളിലേക്ക് നോക്കിപ്പോകും, നാളത്തേക്ക് നോക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും ഓട്ടം അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നു. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങേ നോക്കി ഓടുവാനുള്ള കൃപ എനിക്ക് തരണമേ, അങ്ങേ നോക്കി ഓടുവാനുള്ള കൃപ എനിക്ക് തരണമേ. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ എന്ന് വരാതിരിക്കുക. ലോകം ഞങ്ങളെ നിന്ദിക്കുമ്പോ, ലോകം പരിഹസിക്കുമ്പോ, ലോകം ഒറ്റപ്പെടുത്തുമ്പോ അവിടെ നടുവിൽ എന്റെ യേശു ജീവിക്കുന്നു എന്ന് പറയുക. ഈ ലോകത്തിൽ എന്റെ ഓട്ടത്തിന് ഒരു പ്രതിഫലമുണ്ട്. ആ ജീവകിരീടം ഞാൻ പ്രാപിക്കും. അതിനു വേണ്ടിയാണ് എന്റെ ഓട്ടം എന്ന് പറയുക. നമുക്ക് ഭാരം വരുന്ന, നമ്മെ മുറുകെ പറ്റുന്ന സകലം, ആ ഓട്ടത്തിന് തടസ്സമായി തോന്നുന്ന സകലത്തെയും വിട്ടുഓടുവാൻ എത്ര പേർക്ക് കഴിയും? യാത്ര ചെയ്യും
ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനൊപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാ പ്രതികൂലമായെന്നാലും ഉയർത്തി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് ഞങ്ങളുടെ ഓട്ടം വ്യർത്ഥമായി തീരാതെ അവസാന ശ്വാസം വരെ കർത്താവിനെ നോക്കി ഓടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. കർത്താവെ, ആ ജീവകിരീടം പ്രാപിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഇന്നത്തെ കർത്തൃമേശയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുമ്പോ ഈ കർത്തൃമേശ അതിന് ഞങ്ങളെ ബലം പകരുന്നതായി, ഉത്തേജനം പകരുന്നതായി, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ഒന്നായി മാറ്റും. അവിടുത്തെ കൃപ പകരും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം ശക്തിയോടെ. ഹല്ലേലൂയ. നിൽക്കുമ്പോൾ തന്നെ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കണ്ണുകൾ